അവയർനെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മക്കളോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആണോ അല്ലേ? ഹായ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സീരീസ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ, വൈ വിമൻ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ്. ഞാൻ വീണ്ടും പറയുന്നു, വിമൻ മാത്രമല്ല ജെൻസും ഉണ്ട്, പക്ഷേ കൂടുതൽ ആളുകൾ വിമൻ ആണ് സൂംബ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം. അതിന്റെ കുറെ റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളായിട്ട് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഒരു 5 പോയിന്റും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ സീരീസ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. എന്താണ് വൈ വിമൻ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പോയിന്റ് ഇതാ. എന്തുകൊണ്ട് ആളുകൾ സെലക്ട് ചെയ്യുന്നു പറയുകയാണെങ്കിൽ, ഇംപ്രൂവ്സ് മെന്റൽ ഷാർപ്നെസ്. ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ, ഒരു ഫിറ്റ്നസ് ചെയ്യുമ്പോൾ മെന്റൽ ഷാർപ്നെസ് നമുക്ക് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കഷൻ. സൂംബ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മുടെ മെമ്മറി കൂട്ടും, ഫോക്കസിങ് കൂട്ടും, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടും. ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച നമ്മൾ സൂംബ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ തിങ്കളാഴ്ച നമ്മളൊരു പുതിയ സ്റ്റെപ്പ് നമ്മുടെ ട്രെയിനർ കാണിച്ചു തരുമ്പോൾ ഡാൻസിങ് സ്റ്റെപ്പാണ്, ഈ സമയത്ത് ആ പാട്ട് ഓർക്കണം. ബുധനാഴ്ച വന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി കൂടുകയാണ്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം ഡാൻസും സോങ് അതുപോലെ തന്നെ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ മെമ്മറി നമ്മൾ മെല്ലെ മെല്ലെ കൂടും, ആ സ്റ്റെപ്പ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ഫോക്കസിങ് പവർ കൂടും. കാരണം എന്താണ്, ഒരു ട്രെയിനർ ബാക്കിൽ ഒരു 15 പേര് നിന്ന് ചെയ്യിപ്പിക്കുകയാണ്. പാർട്ടിസിപ്പൻസ് 15 പേരും ട്രെയിനർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രെയിനറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഫോക്കസിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോക്കസിങ് പവർ നമുക്ക് കൂടും. തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ വേണം. കാരണം പാട്ട് മാറുന്നതിനനുസരിച്ച്, പാട്ടിന്റെ സ്പീഡ് മാറുന്നതിനനുസരിച്ച്, ട്രെയിനറെ കൈയടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ കോൺസെൻട്രേഷൻ പക്കയായിട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ടുവരികയാണ്. ഇത് തീർച്ചയായിട്ടും ഇംപ്രൂവ്സ് മെന്റൽ ഷാർപ്നെസ്സിലേക്ക് ലീഡ് ചെയ്യും. നിങ്ങൾ നാളെ കമ്പനിയിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ തീർച്ചയായിട്ടും മെന്റൽ ഷാർപ്നെസ് വേണോ വേണ്ടേ? നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ മെന്റൽ ഷാർപ്നെസ് വേണോ വേണ്ടേ? അപ്പൊ മെന്റൽ ഷാർപ്നെസ്സിന് പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സസൈസ് പ്രോഗ്രാമാണ് സൂംബ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, നെക്സ്റ്റ് എന്താന്ന് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് സൂംബ ഓപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ മെയിൻ റീസൺ ആക്സസിബിലിറ്റി. ഇപ്പോൾ ഞാൻ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിനെയും കുറ്റം പറയുന്ന ആളല്ല. എല്ലാ ഫിറ്റ്നസ് പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സ്വിമ്മിംഗ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ജിമ്മിൽ നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷേ സൂംബയ്ക്ക് ആക്സസിബിലിറ്റി കൂടുതലാണ്. വീട്ടിലിരുന്നു കൊണ്ടും സ്വിമ്മിങ് ഒരു പക്ഷെ ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റുമോ? നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ പോയാലേ പറ്റുള്ളൂ, ജിമ്മ് സെന്ററിൽ പോയാലേ ജിമ്മ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് ഓൺലൈനായിട്ട് വേണമെങ്കിലും സൂംബ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഇവിടെ കൂടുകയാണ്. കൂടാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് സൂംബ അവൈലബിൾ ആണ്. നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട്, അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആയി നിൽക്കുന്ന സമയത്ത് അവിടെയും നമുക്കൊരു ഹോൾ ഉണ്ടെങ്കിൽ, നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ, നല്ല ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി വലിയൊരു ഘടകമാണ്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റ് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സസൈസ് പ്രോഗ്രാമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിനെയും കുറ്റം പറയല്ല ചെയ്യുന്നത്. പക്ഷേ സൂംബയുടെ അവൈലബിലിറ്റി കൂടുതലാണ്. ഓഫ്ലൈൻ, ഓൺലൈൻ, കമ്മ്യൂണിറ്റി പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും ഇന്ന് സൂംബ എന്താണ് അവൈലബിൾ ആണ്. സോ അവൈലബിലിറ്റി ഒരു വലിയൊരു ഘടകമാണ്, ആക്സസിബിലിറ്റി ഒരു വലിയ ഘടകമാണ്. ഇത് അടുത്തൊരു റീസൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, വൈ വിമൻ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ്സിലെ ഒരു മെയിൻ റീസൺ ആണിത്. അടുത്ത എന്താണ് മെയിൻ ആയിട്ട് പറയുമ്പോൾ, വെറൈറ്റി ഓഫ് സ്റ്റൈൽസ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരെങ്കിലും ഒരേപോലെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നും ഒരേ ഡ്രസ്സ്, എന്നും ഒരേ ഭക്ഷണം, എന്നും ഒരേ യാത്ര ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. എന്നതുപോലെ തന്നെ ട്രെൻഡ് മാറി വരികയാണ്. ട്രെൻഡിനനുസരിച്ചുള്ള സൂംബ അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് സോങ്ങുകളുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര പോസിറ്റീവ് ആവുകയാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ട്രെയിനേഴ്സും ആ ട്രെയിനേഴ്സിൻ്റെതായ രീതിയിൽ സൂംബയുടെ അതേപോലെ എന്താ പറയുക, സൂംബ പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഡിഫറെൻറ്റ് ഡാൻസ് സ്റ്റൈലുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈല് പുതിയതായിട്ട് ഒരാഴ്ചയിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് തീർച്ചയായും ഇൻട്രസ്റ്റ് ആവും. ഒരു മടുപ്പ് വരുന്നില്ല, ഒരു മുഷിപ്പ് വരുന്നില്ല. അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വ്യത്യസ്തത ആഗ്രഹിക്കുന്ന, ഒരു ഡിഫറൻസ് ഒക്കെ ചേഞ്ചസ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും സൂംബ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നെഗറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് വേണ്ടത്, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ പറയുന്നത് പോസിറ്റീവ് വൈബാണ്. ശരിക്കും പോസിറ്റീവ് വൈബ് വേണം.
പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വേണം. അപ്പോഴേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് പോസിറ്റീവ് ആവൂ. നമ്മുടെ വളർച്ച നല്ല ത്വരിതഗതിയിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വേണം. അങ്ങനെയാണെങ്കിൽ സൂംബ എന്ന് പറയുന്ന ഒരു ഭയങ്കര മോട്ടിവേറ്റിംഗ് അറ്റ്മോസ്ഫിയറാണ്. കൂടെയുള്ള ഒരാൾ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് കൈയടിക്കുകയാണ്. കാരണം അത് അവനെ എൻകറേജ് ചെയ്യാണ്. കൂടെയുള്ള വ്യക്തികൾ അവനെ ശരിക്കും എന്ത് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സൂംബ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പായി ചെയ്യുമ്പോൾ അവിടെ മോട്ടിവേറ്റിംഗ് വരുന്നുണ്ട്, അപ്ലിഫ്റ്റിംഗ് വരും. എന്താണ് അപ്ലിഫ്റ്റിംഗ്? ഇപ്പോൾ ഞങ്ങളൊക്കെ സൂംബ വർക്കൗട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ കാണാറുണ്ട്. അവർ പറയും, അയ്യോ എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല കേട്ടാ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറയാം, എന്താ നിങ്ങളൊന്ന് ഡെമോ എടുത്ത് നോക്ക്. അപ്പോൾ നോക്കുമ്പോൾ ആ പുതിയ വന്ന വ്യക്തിയെ ഗ്രൂപ്പിലുള്ള ആളുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്തു നോക്ക്, അവനെ കൈയടിക്കുമ്പോൾ എൻകറേജ് ചെയ്യുമ്പോൾ അപ്ലിഫ്റ്റിംഗ് ചെയ്യാണ് അവനെ. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഗ്രോത്തിലേക്ക് നമ്മുടെ സൂംബ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുന്നു, അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റുന്ന, ഒരു എൻകറേജിങ് ആക്കി മാറ്റുന്ന, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ബ്യൂട്ടിഫുൾ എക്സസൈസ് പ്രോഗ്രാമാണ് സൂംബ. പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂംബ ഓപ്റ്റ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ്, ഇന്നത്തെ ഫൈനൽ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഫാമിലി ഫ്രണ്ട്ലി എന്ന് പറയുന്നൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൂംബയെ ഇന്ന് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേഡീസ് മെയിൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ഒരു റീസൺ ഫാമിലി ഫ്രണ്ട്ലി. ഇപ്പോൾ നിങ്ങൾക്ക് സൂംബ ചെയ്യുന്നു, അഡൽട്ട് സൂംബയുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് എക്സസൈസ് ഒരു ഭാവിയിൽ ഒരു ഹാബിറ്റാക്കി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അവയർനെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മക്കളോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആണോ അല്ലേ? തുടക്കത്തിലെ അവർ ആ എക്സസൈസ് ഹാബിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിന് സൂംബയുടെ കിഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ അച്ഛൻ അമ്മ പ്രായമായവർക്ക് സൂംബ ഗോൾഡ് ഉണ്ട്, സീനിയേഴ്സിന് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് അവരുടെ ഒരു എന്താ പറയുക സ്ട്രെസ് കുറയ്ക്കാനും അവരുടെ ഹെൽത്ത് നിലനിർത്താനും നമുക്ക് പറ്റും. അപ്പോൾ സീനിയേഴ്സിനുള്ള സൂംബ ഗോൾഡ് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞു, വൈ വിമൻ ചൂസ് ഫോർ സൂംബ ഫോർ ഫിറ്റ്നസ്. വിമണ്, ലേഡീസിന് അവരുടെ ഹെൽത്ത് മാത്രമല്ല മെയിന്, ഫാമിലിയുടെ ഹെൽത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് വിമൺ ആണ്. സോ നമ്മുടെ ഇന്നത്തെ 5 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ 5 പോയിന്റ് നമ്മൾ പറയുന്നു. വൈ വിമൺ ചൂസ് ഫോർ സൂംബ ഫോർ ഫിറ്റ്നസ് എന്നുള്ള 5 പോയിന്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു, ഇംപ്രൂവ്സ് മെന്റൽ ഷാർപ്നെസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, ആക്സസിബിലിറ്റിയാണ്. എവിടെ പോയാലും നമുക്കിത് ചെയ്യാനുള്ളൊരു ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. മൂന്നാമത്തത് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്റ്റൈൽസ് ആണ്, അല്ലേ? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മൂന്നാമത്തത് പോസിറ്റീവായിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂംബ വർക്കൗട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് കിഡ്സും സീനിയേഴ്സും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂംബ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇതിൻ്റെ ഒരു 3 വീഡിയോ ഇതിന് മുന്നേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുമ്പോഴാണ് അത് കറക്റ്റ് കണക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. സോ വൈ വിമൻ ചൂസ് സൂംബ ഫോർ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ താൽക്കാലികമായിട്ട് വിട പറയുന്നു. ഒറ്റ കാര്യം കൂടെ പറയുന്നു, നിയാഫിയ എന്നുള്ളത് സൂംബ സ്പെഷ്യലൈസ് ചെയ്തു പോകുന്ന ഒരു സെൻ്ററാണ്. നമുക്ക് ഓഫ്ലൈൻ, ഓൺലൈൻ, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റികൾ, ഫ്ലാറ്റുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ സൂംബയെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താൽക്കാലികമായി വിട പറയുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ് ദീപക് വി ഫ്രം ടീം നിയാഫിയ.